നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിത്യതിക്ക് കിട്ടിയ അവാർഡിൻ്റെ കാര്യം ആദ്യമായിട്ട് ഷെയർ ചെയ്തത് എൻ്റെ കൂട്ടുകാരോടാണ്. അപ്പോൾ അതിൽ വിശേഷങ്ങളും കൂട്ടുകാരറിയണ്ടേ കൂട്ടുകാരെ? അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിക്കാൻ പോവുകയാണ്. ഇതാ കണ്ടോ, ഇനി കുറച്ച് പേരൂടെ കയറാനുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഞങ്ങളുടെ നിത്യതിക്ക് ആദ്യമായിട്ട് കിട്ടിയ അവാർഡ് വാങ്ങാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ മീനാക്ഷി മോളും മീനാക്ഷി മോളുടെ അമ്മയും ഒക്കെ വന്നു. ഇനി ഞങ്ങൾ എല്ലാവരുമായിട്ട് പോവുകയാണ്. പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ 2026 നടന കലാശ്രേഷ്ഠ അവാർഡ് വാങ്ങുവാൻ പോകുന്ന ആ ദിവസത്തിൽ ഞങ്ങൾക്ക് വലിയൊരു സങ്കടം ഉണ്ടായി കൂട്ടുകാരെ. നമ്മൾ നാട്ടുകാർ നിരന്തരം അനുഭവിക്കുന്ന ഒരു സങ്കടം തന്നെയാണ്. ഈ ബ്ലോക്ക് 5 മണിക്ക് എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിയത് 6:45 ഒപ്പമുള്ള പല വിശിഷ്ട അതിഥികളും ഈ ബ്ലോക്കിൽ പെട്ടുപോയി. ഞങ്ങൾ ചെന്നപ്പോഴേക്കും നമ്മുടെ സെക്കൻഡ് ബാച്ചിലെ മക്കളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ബ്ലോക്ക് കാരണം ഒരുപാട് വിഷമിച്ചെങ്കിലും തിരികെ അങ്ങ് ചെന്നപ്പോഴേക്കും ഒരുപാട് സന്തോഷമുള്ള അനുഭവങ്ങളാണ് നമുക്കുണ്ടായത്. ആദ്യമായി നിത്യതിക്കും നിത്യതിമാർക്കും കിട്ടുന്ന അവാർഡ്. അപ്പോൾ അത്രയും വലിയൊരു ശുഭകാര്യം നടക്കുന്നതിന് മുന്നോടിയായി എൻ്റെ മക്കളെല്ലാം ചേർന്ന് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങാനായി ഒരു ഗുരുദക്ഷിണ എനിക്ക് സമ്മാനിക്കുകയുണ്ടായി. എന്നാൽ അതിൻ്റെ വീഡിയോയും ഞാൻ പതിയെ പകർത്തി എൻ്റെ കൂട്ടുകാരെ കാണിക്കണ്ടേ. ഇത് ഞങ്ങൾ മാത്രമായിട്ട് വേദിക്ക് പിന്നിൽ നിന്ന് ചെയ്തൊരു കാര്യമാണ്. ഞങ്ങളും കൂട്ടുകാരും മാത്രം അറിഞ്ഞിട്ടുള്ള കാര്യം. എൻ്റെ നിത്യതി മക്കളുടെ ഏറ്റവും വലിയ ഗുണമാണ് അവർ ഒരിക്കലും ഗുരുത്വം മറക്കില്ല. ഒരു ശിഷ്യയ്ക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണവും അതാണ്. വേദിയിൽ വളരെ വിശിഷ്ടരായ പ്രമുഖരായ ഒരുപാടധികം വ്യക്തികൾ ഉണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങും എല്ലാം നടന്നത്. ചലച്ചിത്രങ്ങളിലും സീരിയൽ രംഗങ്ങളിലും അതിൻ്റെ പിന്നണിയിലും പ്രവർത്തിക്കുന്ന ഒരുപാടധികം പേരെ നേരിട്ട് കാണുവാൻ കഴിഞ്ഞു. ശ്രീ മുരളീധരൻ സാർ, ശ്രീ MG ശ്രീകുമാർ സാർ, ഗോപകുമാർ സാർ, ഷമ്മി തിലകൻ സാർ, അങ്ങനെ ഒരുപാട് പ്രേംകുമാർ സാർ, അങ്ങനെ ഒരുപാടധികം പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും പേര് തന്നെ പറയുവാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഞങ്ങളോടുള്ള നിലപാടും പെരുമാറ്റവും എല്ലാ സഹകരണവുമായിരുന്നു. ഇത്രയും വിശിഷ്ടമായ അതിഥികളുടെ ഇടയ്ക്ക് ഞങ്ങൾക്കും പ്രമുഖമായ ഒരു സ്ഥാനം നൽകുകയും അവിടെ ഏറ്റവും മികച്ച തലത്തിലുള്ള സ്വീകരണവും അവാർഡ് ദാനവും നൽകിയതിൽ അങ്ങേയറ്റം ഹൃദയത്തിൽ തട്ടി പ്രേം നസീർ സുഹൃത്ത് സമിതിയോട് നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ നിത്യതി മക്കൾക്ക് എല്ലാവർക്കും തന്നെ അവാർഡിനൊപ്പം പ്രശസ്തി ഫലകവും നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടുകാരെ, അവാർഡ് വാങ്ങാനായിട്ട് ഞാൻ തന്നെയാണ് പോയത്. എടുത്ത വീഡിയോസ് ഒരുപാട് സ്റ്റാറ്റസും മറ്റും ഇട്ടുകൊണ്ട് ചാനലിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് അത് മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി നമ്മുടെ നിത്യതി മക്കളെല്ലാവരും പ്രശസ്തി ഫലകം വാങ്ങുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഏതാണ്ട് ഒരു 3 മണിക്കൂർ സമയം അത്രയും വലിയൊരു ഫംഗ്ഷൻ ജസ്റ്റ് ഇത്രയും ചെറിയൊരു വീഡിയോയിൽ എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ കൂട്ടുകാരെ അറിയിക്കണ്ടേ. ഇഷ്ടപ്പെട്ടോ മീനാക്ഷി മോളെ? പ്രശസ്തി ഫലകം പ്രത്യേകമായിട്ട് നിത്യതി എന്ന പേരോടുകൂടി അവരുടെ പേരിലെല്ലാം ആദ്യമായിട്ട് നിത്യതി എന്ന് ആഡ് ചെയ്ത് കിട്ടി. വളരെയധികം സന്തോഷത്തോടെ നിത്യതിമാർ ഇരുന്നു. അതിനുശേഷം അവരുടെ നൃത്തമായിരുന്നു. വളരെയധികം മികച്ച രീതിയിൽ തന്നെ ഒരുപാട് കലാപ്രകടനങ്ങൾ മുന്നോട്ടുണ്ടായിരുന്നു. എങ്കിലും തുടക്കത്തിൽ നിത്യതിമാരുടെ നൃത്തം ഏവരെ അമ്പരിപ്പിച്ചു. ഒരുപാട് പ്രോത്സാഹനവും സന്തോഷവും കയ്യടിയും ഞങ്ങൾക്ക് ലഭിച്ചു. ഭാരത നടനത്തിൻ്റെ സൗന്ദര്യത്തിൽ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഒരു ഗുരുവെന്ന നിലയ്ക്ക് എത്രത്തോളം എൻ്റെ ഹൃദയം ആനന്ദിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കിയേ. ശരിക്കും അത്രയധികം പേര് ഞങ്ങളോട് വന്ന് അത്രയധികം നല്ല അഭിപ്രായം അറിയിച്ചായിരുന്നു. പിന്നെ ഒരുപാട് നല്ല കലാകാരെ കാണുവാനും കലാവിരുന്നുകൾ കാണുവാനും കഴിഞ്ഞു. ഏറ്റവും പ്രധാനമാണ് നമ്മുടെ നിത്യതിയിലെ അടുത്ത സെക്കൻഡ് ബാച്ചിലുള്ള മക്കൾ എല്ലാവരും അവിടെ എത്തുകയും പൂർണ്ണ സഹകരണത്തോടുകൂടി പ്രോഗ്രാം എല്ലാം കണ്ട് ഞങ്ങൾക്കൊപ്പം തന്നെ നിന്ന് പോവുകയും ചെയ്തു.
ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാളും സന്തോഷം അവരിൽ എനിക്ക് തോന്നി കേട്ടോ കൂട്ടുകാരെ. ഇനി വരാൻ പോകുന്ന തലമുറയിലെ നിത്യതയുടെ വാഗ്ദാനങ്ങളാണ് അവരെല്ലാം. പിന്നെയും ഒരുപാടധികം മക്കളും. എല്ലാ പ്രേക്ഷകരുടെയും ഒരു ആവശ്യപ്രകാരമായിട്ട് നമ്മുടെ നിത്യതിമാർ 2-3 നൃത്തങ്ങൾ കൂടി പ്രത്യേകമായിട്ട് ചെയ്തായിരുന്നു. അതിനും ഒരുപാടധികം പ്രോത്സാഹനവും നല്ല അഭിപ്രായവും കേട്ടായിരുന്നു. ഏവർക്കും ഭാരത നടനം എന്ന ഞങ്ങളുടെ പുതിയ ആ ഒരു ആർട്ട് ഫോമിനെ കുറിച്ച് അറിയാനുള്ള ഒരുപാട് വ്യഗ്രതയുണ്ടായിരുന്നു. കഴിവിൻ്റെ പരമാവധി കുറേയേറെ പറഞ്ഞ് മനസ്സിലാക്കി. അതിനും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ ലഭിച്ചു. ഒപ്പം ഞങ്ങളുടെ സെക്കൻഡ് ബാച്ചിലെ മക്കളും വേദിയിൽ കയറി അല്പം നൃത്തമൊക്കെ ചെയ്തു. ഒരുപാട് സന്തോഷിച്ചു. പിന്നെ ഞങ്ങൾ ആ പ്രോഗ്രാംസ് എല്ലാം കടന്ന് തുടർന്ന് വീണ്ടും പ്രത്യേകം സെക്രട്ടറി സാറ് പറഞ്ഞതുകൊണ്ട് ഒരു നൃത്ത അവതരണവും കൂടെ നടത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു. കയ്യിൽ ഞങ്ങളുടെ നിത്യതിക്ക് ലഭിച്ച ആദ്യത്തെ ഏറ്റവും മഹോന്നതമായ അവാർഡും എൻ്റെ നിത്യതിമാരുടെ പ്രശസ്തി ഫലകവുമായി ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി. ഇതാണ് നന്ദു. എനിക്കെൻ്റെ അനിയനെ പോലെയാണ്. ഞങ്ങളുടെ നിത്യതിയിൽ എപ്പോഴും ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് നന്ദുവാണ്. എല്ലാം കഴിഞ്ഞു. നമ്മൾ ഒരല്പം ലേറ്റ് ആയെങ്കിലും ആവറേജ് എല്ലാം വളരെ നന്നായിട്ട് തന്നെ നടന്നു. ഡാൻസൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് വളരെ നല്ല അഭിപ്രായം അറിയിച്ചു. പിന്നെ അവാർഡൊക്കെ കിട്ടി, സന്തോഷമായി. ഇതാ എൻ്റെ അമ്മയുടെ കയ്യിൽ ഇരിക്കുവാണ് കേട്ടോ അവാർഡ്. അമ്മ അത് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇതാ കണ്ടോ, നമ്മുടെ മീനാക്ഷി മോളുടേതും ശ്രീലക്ഷ്മി മോളുടേത് എല്ലാവർക്കും. പിന്നെ ആദ്യമായിട്ട് ഏറ്റവും സന്തോഷം അവരുടെ എല്ലാം മോനെ ഒളിയും വെക്കല്ലേ ഒരു സെക്കൻഡ്, നമ്മുടെ മക്കളുടെ എല്ലാം പേരിൻ്റെ കൂടെ നിത്യതി എന്നിങ്ങനെ ആഡ് ചെയ്താണ് വന്നത്. അതാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ നിത്യതി നൃത്തനാട്യ കലാലയയ്ക്ക് ലഭിച്ച പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ 100ാം വാർഷിക ഇത് വെച്ച് 100ാം ജന്മദിന ഇത് ബേസുള്ള അവാർഡ്. ഒരുപാട് പ്രശസ്തരായ പ്രമുഖരായ വ്യക്തികളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നിത്യതി മക്കൾക്ക് എല്ലാവർക്കും ഓരോ പ്രശസ്തി ഫലകവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു കേട്ടോ ഞങ്ങളുടെ അവാർഡ്. നിത്യതി നൃത്തനാട്യ കലാലയയുടെ ഞാനും നമ്മുടെ 6 നിത്യതി പെൺകുടികളും. നിത്യതി അനാമിക യമുനയുടെയാണ്. ദേ നമ്മുടെ നിത്യതി ജനാവാസുക കണ്ടോ, നമ്മുടെ നിത്യതി മീനാക്ഷിക്കുട്ടി ദേ ഇരിക്കണോ. ദേ നമ്മുടെ നിത്യതി അഭിരാമി മോളുടെ പ്രശസ്തി ഫലകം, നിത്യതി ശ്രീലക്ഷ്മി മോളുടെ പ്രശസ്തി ഫലകം. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. ഒഴിവിലായി നമ്മുടെ നിത്യതി സിദ്ധിദാത്രി വന്നിരിക്കുകയാണ്. ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ. വേണ്ടേ നിത്യതി സിദ്ധിദാത്രിയുടെ പ്രശസ്തി ഫലകം. മക്കളെ എല്ലാവരും ഹാപ്പി അല്ലേ? അല്ലേ? ആരാ ഹാപ്പി അല്ലാത്ത? സൂര്യ എന്ത് പറ്റി ഹാപ്പി അല്ലാത്ത? ചിരിച്ചേ ദേ തട്ടടിക്കുന്നു. നമ്മുടെ നിത്യതി മക്കളെല്ലാം തട്ടടിക്കാൻ കയറിയിരിക്കുന്നു. അയ്യോ, തട്ട് ദോശ. ബാക്കി എല്ലാവരും ദാ അവിടോട്ട് ഇരിപ്പുണ്ട്. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഞങ്ങൾക്ക് ഈ അവാർഡ് കിട്ടുവാൻ ഏറ്റവും വലിയ കാരണക്കാർ ഞങ്ങളുടെ കൂട്ടുകാരാണ്. അതായത് നിങ്ങൾ. ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. അവിടെ അവതരിപ്പിച്ച മനോഹരമായ നൃത്തത്തിൻ്റെ ഒരു ചെറിയ കാഴ്ച എൻ്റെ കൂട്ടുകാരെ കാട്ടിക്കൊണ്ട് മടങ്ങട്ടെ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്താം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ടാറ്റാ.